ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ -π/2 to π/2 sin square x dx. നമ്മൾ ആ ഫംഗ്ഷൻ നോക്കാം. sin square x അല്ലേ. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ലിമിറ്റ് ഒന്ന് നോക്കിയേ. ഇൻ്റഗ്രൽ -a to a എന്നാണ്. അപ്പോൾ ഇത് ഓടാണോ ഈവണാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി റീപ്ലേസിങ് x ബൈ -x ചെയ്യുക. f of x sin square x ആണ്. എക്സിന് പകരം -x എഴുതാം. അപ്പോൾ റൈറ്റ് സൈഡിലും എക്സിന് പകരം -x എഴുതണം. sin square of -x. ഈവൻ ഫംഗ്ഷൻ അറിയാലോ, ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. f of -x കാണാൻ പോവാണ്. സൈൻ ഓഫ് -x മൈനസ് സൈൻ എക്സ് അല്ലേ. എന്നിട്ടാണ് സ്ക്വയർ വരുന്നുള്ളൂ. സൈൻ ഓഫ് -x ദ ഹോൾ സ്ക്വയർ, അതാണ് ഉദ്ദേശിച്ചത്. സൈൻ ഓഫ് -x മൈനസ് സൈൻ എക്സ് സ്ക്വയർ. മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് ആവും, സൈൻ സ്ക്വയർ എക്സ് കിട്ടും. സൈൻ സ്ക്വയർ എക്സ് f of x തന്നെയല്ലേ. നമുക്ക് അവസാനം എന്ത് കിട്ടി? f of -x = f of x എന്ന് കിട്ടി. Hence f of x is an even function. f of x ഒരു ഈവൻ ഫംഗ്ഷനാണ്. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി പ്രകാരം -π/2 to π/2 sin square x dx. ഈവൻ ഫംഗ്ഷൻ ആയാൽ എന്താണ് പ്രോപ്പർട്ടി എന്ന് ഓർമ്മയുണ്ടോ? ഇൻ്റഗ്രൽ -a to a എന്നുള്ളത് എന്താവും? 2 times 0 to a എന്നാവും. വേണമെങ്കിൽ എഴുതിയതൊന്ന് മറിച്ച് നോക്കാം, നിങ്ങൾക്കറിയാം. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ -a to a എന്നുള്ളത് 2 times 0 to a എന്ന് എഴുതണം. സൈൻ സ്ക്വയർ എക്സ് ഇത് നമുക്കറിയില്ല, നമുക്ക് തൽക്കാലം i എന്ന് ഡിനോട്ട് ചെയ്യാം. 2 × സൈൻ സ്ക്വയർ എക്സ് ഇല്ലേ, നമുക്കറിയില്ല ഇത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാനത് i എന്ന് തൽക്കാലത്തേക്ക് ഒന്ന് ഡിനോട്ട് ചെയ്തു. ഇനിയും പ്രോപ്പർട്ടി ഉപയോഗിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ i = എന്താണ് ഒന്നുകൂടി എഴുതാം അല്ലേ. 2 times 0 to π/2 sin square x dx. ഇൻ്റഗ്രൽ 0 to a വന്നല്ലേ. ഇൻ്റഗ്രൽ 0 to a വന്നു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, റീപ്ലേസിങ് x ബൈ a മൈനസ് എക്സ്. അങ്ങനെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടില്ലേ? അങ്ങനെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ 0 to a വന്നു കഴിഞ്ഞാൽ x ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ a മൈനസ് എക്സ് അഥവാ π/2 മൈനസ് എക്സ്. അപ്പോൾ ഇവിടുത്തെ എക്സ് മാറ്റിയിട്ട് പകരം π/2 മൈനസ് എക്സ് എന്ന് എഴുതാം. 2 times 0 to π/2 സൈൻ സ്ക്വയർ എക്സ് മാറ്റിയിട്ട് π/2 മൈനസ് എക്സ് എന്ന് എഴുതാം. 2 times ഇൻ്റഗ്രൽ 0 to π/2 സൈൻ 90 മൈനസ് എക്സ് കോസ് എക്സ് അല്ലേ. അപ്പോൾ കോസ് എക്സ് സ്ക്വയർ എന്ന് വരും. കോസ് സ്ക്വയർ എക്സ്. ഇതും ക്ലിയർ ആയല്ലോ. i ആണ് നമുക്ക് വേണ്ടത്, അത് മറക്കണ്ട. ഈ ടിക്ക് ചെയ്തത് i ആണ്. ഇപ്പം കിട്ടിയിരിക്കുന്നതും i തന്നെയാണ്. i പ്ലസ് i ചെയ്ത് കഴിഞ്ഞാൽ 2i കിട്ടും. i പ്ലസ് i ചെയ്ത് കഴിഞ്ഞാൽ 2i കിട്ടും. ദിസ് വൺ പ്ലസ് ദിസ് വൺ ചെയ്യുമ്പോൾ രണ്ടിലും 2 കോമൺ ആണ് അല്ലേ. 2 കോമൺ ആയിട്ട് എടുത്തു. ഇൻ്റഗ്രൽ 0 to π/2 കോമൺ ആയിട്ട് എടുത്തു. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എഴുതാം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് dx. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 അല്ലേ.
അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിലും ഈ 2 അങ്ങോട്ട് വെട്ടിക്കളയാം. ഇപ്പോഴേ തന്നെ 2 വെട്ടിക്കളഞ്ഞാലോ. ഓക്കെ, I ഈക്വൽ ടു 0 to pi by 2 1 dx എന്ന് വരും. 1 dx 1 ഇൻ്റഗ്രൽ x ആണല്ലോ. 0 to pi by 2 എക്സിന് പൈ ബൈ 2 കൊടുക്കുക, മൈനസ് എക്സിന് 0 കൊടുക്കുക. സോ I ഈക്വൽ ടു pi by 2. ഇതാണ് ആൻസർ.